ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന നിത്യപൂജകളെക്കുറിച്ചും ആ പൂജയുടെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ സമയത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നിലുള്ളത് കൊണ്ടാണ് എന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു സൂക്ഷിച്ചിരുന്ന പാതാളാഞ്ജനശില എന്ന അപൂർവ അഞ്ജനക്കല്ല് കൊണ്ടുള്ള വിഷ്ണു വിഗ്രഹമാണ് ഗുരുവായൂരിൽ ഉള്ളത് എന്നാണ് ഐതിഹ്യം. വിഷ്ണു ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവ് വഴി കശ്യപ പ്രജാപതിയും പിന്നീട് വസുദേവരും ഈ വിഗ്രഹം പൂജിച്ചു എന്നും ഐതിഹ്യമുണ്ട്. ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഇവിടെ വെളുപ്പിന് 3 മണിക്കാണ് നട തുറക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ 5 പ്രധാന പൂജകളും 3 ശീവേലിയും ഉൾപ്പെടെ 12 ദർശനങ്ങൾ എന്നറിയപ്പെടുന്ന പൂജകളാണ് നടക്കുന്നത്. രാവിലെ 3 മണിക്കും 3:20 ഇടയിലായിട്ടാണ് നിർമ്മാല്യ ദർശനം നടക്കുന്നത്. പുലർച്ചെ 2:30 മണിക്ക് മേൽശാന്തി രുദ്രതീർത്ഥത്തിൽ കുളി കഴിഞ്ഞ് 3 മണിയോടെ ശ്രീകോവിൽ നട തുറക്കുന്നു. നാദസ്വരവും ശംഖുനാദവും അലിയടിച്ചുയരുന്ന ഈ വേളയിലാണ് ഭഗവാൻ പള്ളി ഉണരുന്നത്. തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടെ ഭഗവാനെ ദർശിക്കുന്നത് പുണ്യകരമായ അനുഭവമാണ്. രാത്രി മുഴുവൻ ശ്രീകോവിലിൽ തങ്ങി നിൽക്കുന്ന ഭഗവത് ചൈതന്യം ഈ സമയം പുറത്തേക്ക് പ്രസരിക്കുകയും ഭക്തിലഹരിയിൽ തൊഴുതു നിൽക്കുന്നവരിൽ അലിഞ്ഞു ചേരുകയും ചെയ്യും. വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ഒക്കെ ദോഷമുള്ള ആളുകൾക്ക് ഏറ്റവും ഗുണകരമാണ് ഈ നിർമ്മാല്യ ദർശനം നടത്തുന്നത്. അതിനുശേഷം 3:20 മുതൽ 3:30 വരെയുള്ള സമയത്ത് തൈലാഭിഷേകം, വാഗചാർത്ത്, ശംഖാഭിഷേകം ഒക്കെയാണ് നടക്കുന്നത്. തലേദിവസത്തെ ആടയാഭരണങ്ങൾ നീക്കിയ ശേഷം തൈലാഭിഷേകം നടക്കും. ശുദ്ധമായ നല്ലെണ്ണയാണ് തൈലാഭിഷേകത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചക്കിലാട്ടിയ 8 നാഴി നല്ലെണ്ണ തലേദിവസം തന്നെ വെള്ളിക്കുടത്തിലാക്കി ഇല കൊണ്ട് കുടം മൂടി വയ്ക്കും. ഭഗവാന്റെ ദേഹത്തുകൂടി ഒഴുകിയിറങ്ങുന്ന എണ്ണ വിശേഷപ്പെട്ട ഔഷധമാണ്. ഏതു രോഗത്തിനും, വിശേഷിച്ച് വാതരോഗത്തിനും ഈ ഔഷധം ഉള്ളിൽ കഴിക്കുകയോ പുറമേ പുരട്ടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. വഴിപാടായിട്ട് കൗണ്ടറിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ സൗകര്യമുണ്ട്. തൈലാഭിഷേകം കഴിഞ്ഞതിന് ശേഷമാണ് വാഗച്ചാർത്ത്. എണ്ണ തുടച്ച് നീക്കിയ ശേഷം വിഗ്രഹത്തിൽ നെന്മേനി വാഗപ്പൊടി വിതറും. വിഗ്രഹത്തിൽ മുഴുവൻ വാഗപ്പൊടി തൂകിയ ശേഷം ചെറിയ ബ്രഷ് ഉപയോഗിച്ച് അത് തുടച്ചു മാറ്റും. തുടർന്നാണ് ശംഖാഭിഷേകം. വലംപിരിശങ്കിൽ തീർത്ഥജലം നിറച്ച് വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മേൽശാന്തിയും ഓദിക്കനും ചേർന്ന് അഭിഷേകം നടത്തുന്നു. വാഗപ്പൊടിയുടെ അംശവും മന്ത്രപൂരിതമായ തീർത്ഥജലവും ഔഷധഗുണമുള്ള വിഗ്രഹത്തിലൂടെ ഒഴുകിയിറങ്ങി എത്തുന്നതും വിശേഷ ഔഷധമാണ്. ഇത് തീർത്ഥമായി ഭക്തജനങ്ങൾക്ക് വെളിയിൽ ലഭിക്കും. ഇതിനുശേഷം സ്വർണം കൊണ്ടുള്ള കുടത്തിൽ തീർത്ഥജലം കൊണ്ട് അഭിഷേകം നടത്തുന്നു. അതിനുശേഷമാണ് മലർനിവേദ്യവും അലങ്കാരവും ഒക്കെ നടക്കുന്നത്. 3:30 മുതൽ 4:15 വരെയുള്ള സമയത്താണ് ഇവ നടക്കുന്നത്. പട്ട് ശിരസിൽ വെച്ച് അതിനുമേൽ സ്വർണ്ണ കിരീടം വെച്ച് വലിയ മാല കഴുത്തിൽ ചാർത്തി 2 വയസ്സ് പ്രായമുള്ള ഉണ്ണിയുടെ രൂപത്തിലാണ് ഭഗവാനെ അലങ്കരിക്കുന്നത്. പട്ടുകോണകം ധരിപ്പിച്ച് അരഞ്ഞാണമായി മോതിരമാല ചാർത്തി കയ്യിൽ കദളിപ്പഴവും കൊടുത്താണ് ഭഗവാനെ ഒരുക്കുന്നത്. അപ്പോൾ നിവേദ്യം പതിവുണ്ട്. മലര്, ശർക്കര, കദളിപ്പഴം, നാളികേരം എന്നിവയാണ് നേദ്യസാധനങ്ങൾ. വെള്ളിപ്പാത്രത്തിലാണ് നേദ്യം ഒരുക്കുന്നത്. ഇതിനൊക്കെ ശേഷം ഉഷനിവേദ്യമാണ്. അത് 4:15 4:30 ഇടയ്ക്കാണ് നടക്കുന്നത്. ഉഷനിവേദ്യത്തിന് ഉണ്ണിക്കണ്ണന് നെയ്പായസം, വെണ്ണ, വെള്ളച്ചോറ്, കദളിപ്പഴം, പഞ്ചസാര എന്നിവയാണ് ഇഷ്ടവിഭവങ്ങൾ. ഇതിനുശേഷം 4:30 മുതൽ 6:15 വരെയുള്ള സമയത്ത് എതിരേറ്റ് പൂജ, ഉഷപൂജയാണ് നടക്കുന്നത്. ഉഷനിവേദ്യം കഴിഞ്ഞിട്ട് 5:30 വരെയുള്ള സമയം ദർശനത്തിനുള്ളതാണ്. സൂര്യോദയം ആകുമ്പോഴേക്കും എതിരേറ്റ് പൂജ തുടങ്ങുന്നു. സൂര്യനെ എതിരേൽക്കുന്ന ചടങ്ങാണ് എതിരേറ്റ് പൂജ എന്ന് പറയുന്നത്. ഉദയസമയത്തെ ആശ്രയിച്ചാണ് ഇത് നടക്കുന്നത്. ഈ സമയത്ത് ഉപദേവന്മാരായ ഗണപതി, ശാസ്താവ്, ഭഗവതി എന്നിവർക്ക് നിവേദ്യം നടത്തുന്നു. വെള്ളച്ചോറ്, കദളിപ്പഴം, പഞ്ചസാര എന്നിവ ത്രിമധുരത്തോടൊപ്പം ഈ നിവേദ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഈ സമയം തന്നെ ഭഗവാനും പൂജ നടന്നുകൊണ്ടേയിരിക്കും. അടുത്തത് ശ്രീബലിയാണ്. 6:15 7 മണിക്കും ഇടയ്ക്കാണ് ശ്രീബലി നടക്കുന്നത്.
എതിരേറ്റ് പൂജ കഴിഞ്ഞാൽ ശീവേലിക്കുള്ള ഒരുക്കങ്ങളായി. ആനപ്പുറത്താണ് ശ്രീബലി. ശ്രീബലിക്ക് തിടമ്പേറ്റാൻ അതിന് അവകാശമുള്ള 13 ഇല്ലക്കാരിൽ നിന്നും 6 മാസം കൂടിയിരിക്കുമ്പോൾ 2 പേരെ വീതം തിരഞ്ഞെടുക്കും. 3 പ്രദക്ഷിണമാണ് ശ്രീബലിക്കുള്ളത്. ആദ്യ പ്രദക്ഷിണത്തിൽ തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം കൊടുക്കുന്നത് നേരിൽ കണ്ട ശേഷം 2ഉം 3ഉം പ്രദക്ഷിണം സന്തോഷ സൂചകമായി ഭക്തരോടൊപ്പം നടത്തിയിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. ശേഷം 7 മണി മുതൽ 9 മണി വരെ പാലഭിഷേകം, നവകാഭിഷേകം, പന്തീരടി, നിവേദ്യ പൂജ എന്നിവയാണ്. ആദ്യം രുദ്രതീർത്ഥം കൊണ്ട് അഭിഷേകം നടത്തിയ ശേഷം ഇളനീര് കൊണ്ട് അഭിഷേകം നടത്തുന്നു. അത് കഴിഞ്ഞാണ് പാലഭിഷേകം. ഇതിനു വേണ്ടിയിട്ട് പശുക്കളെ ദേവസ്വം വളർത്തുന്നുണ്ട് കേട്ടോ. ഇതിൽ നിന്നും അന്നന്ന് കിട്ടുന്ന പാലിൻ്റെ പകുതി അഭിഷേകത്തിനും ബാക്കി പാൽ പായസത്തിനുമാണ് ഉപയോഗിക്കുന്നത്. തുടർന്ന് നവകാഭിഷേകം 9 കുടത്തിൽ നിറച്ച തീർത്ഥമാണ് അഭിഷേകം ചെയ്യുന്നത്. 3 ലിറ്റർ വീതം കൊള്ളുന്ന 9 വെള്ളിക്കുടങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ഭഗവാനെ ഉണ്ണികൃഷ്ണനായിട്ട് ഒരുക്കുന്നു. മഞ്ഞ പട്ടു ചുറ്റി കിരീടവും മാലയും ഓടക്കുഴലും പൊന്നരഞ്ഞാണവും ധരിപ്പിച്ച് അരയ്ക്ക് മേൽപോട്ട് ചന്ദനം ചാർത്തുന്നു. ഒരുക്കം കഴിഞ്ഞ് പന്തീരടി പൂജയാണ്. നിഴലിന് 12 അടി നീളമുള്ള സമയത്ത് നടത്തുന്നതാണ് പന്തീരടി പൂജ. ഈ സമയത്തും നിവേദ്യമുണ്ട്. പായസവും ചോറുമാണ് നേദിക്കുന്നത്. ചോറ് കൈക്കുത്തരി കൊണ്ട് തന്നെ വെക്കുന്നു. പന്തീരടി പൂജ നടത്തുന്നത് ഓദിക്കന്മാരാണ്. 4 കുടുംബക്കാർ ഇതിന് അവകാശികളായിട്ടുണ്ട്. മണ്ഡലകാലത്ത് പഞ്ചഗവ്യം കൊണ്ടുള്ള അഭിഷേകമുണ്ട്. വിദ്യാലാഭത്തിന് ഈ പ്രസാദം അതീവ ഗുണകരമാണ്. രോഗങ്ങൾക്ക് ഔഷധമായും ഇത് ഉപയോഗിക്കുന്നു. 9 മണി മുതൽ 11:30 വരെയാണ് ദർശന സമയം. അതിനുശേഷം ഉച്ചപൂജയാണ്. ഇത് 11:30നും 12:30 വരെയുള്ള സമയത്താണ് നടക്കുന്നത്. ഉച്ചപൂജയ്ക്ക് വിപുലമായ ചടങ്ങുകളാണുള്ളത്. നിവേദ്യമാണ് പ്രധാനം. പാൽപായസം, ത്രിമധുരം, പാലടപ്രഥമൻ, വെള്ള നിവേദ്യം, ഇരട്ടിപ്രഥമൻ എന്നിവയ്ക്ക് പുറമെ 4 കറി നിവേദ്യം എന്നറിയപ്പെടുന്ന കാളൻ, ഓലൻ, എരിശ്ശേരി, നെയ്യിൽ വറുത്ത ഉപ്പേരി തുടങ്ങിയവയും വെണ്ണ, തൈര്, പഴം എന്നിവയും നേദിക്കുന്നു. ഈ സമയത്ത് തന്നെ ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണന് ഇതേപോലെ തിടപ്പള്ളിയിലിരുത്തി ആഹാരം കൊടുക്കും. നേദ്യം കഴിഞ്ഞാൽ പൂജയാണ്. നടയടച്ചാണ് പൂജ. ഈ സമയം പുറത്ത് ഇടയ്ക്കയുടെ അകമ്പടിയോടെ അഷ്ടപതി പാടും. ഭഗവാനെ ചതുർബാഹു ആയിട്ടാണ് ഒരുക്കുന്നത്. ശംഖചക്ര ഗദാപത്മധാരിയായി കളഭവും ചാർത്തി വിളങ്ങുന്ന ഭഗവാൻ ഈ സമയം ഏറെ സന്തുഷ്ടനാണ്. ഭക്തർ ദർശനം നടത്തേണ്ട വിശേഷപ്പെട്ട സമയമാണിത്. ഉച്ചപൂജ കഴിഞ്ഞ് 1 മണിക്ക് മുൻപേ തന്നെ നടയടയ്ക്കും. ഇതൊക്കെ കഴിഞ്ഞ് കാഴ്ച ശീവേലിയാണ്. 4:30നും 5:30നും ഇടയിലാണ് കാഴ്ച ശീവേലി നടക്കുന്നത്. വൈകുന്നേരം 4:30ക്കാണ് നട തുറക്കുന്നത്. തുറന്നാൽ ഉടൻ തന്നെ ശീവേലി നടത്തുന്നു. ഉച്ചയ്ക്ക് നടത്തേണ്ട ശീവേലി ഇവിടെ വൈകിട്ട് 4:30ക്കാണ്. 3 ആനകളാണ് എഴുന്നള്ളത്തിന്. നടുവിലത്തെ ആനപ്പുറത്ത് ഭഗവാനും അകമ്പടിയായി നെറ്റിപ്പട്ടം കെട്ടിയ 2 ആനകളും. 5 മണി മുതൽ പിന്നെ ദർശന സമയമാണ്. ശേഷം ദീപാരാധന നടക്കുന്നത് 6:15നും 6:45നും ഇടയിലാണ്. അസ്തമയ സമയത്താണ് ദീപാരാധന. സർവഭരണ വിഭൂഷിതനായ ഭഗവാനെ വെള്ളി വിളക്കിൽ കത്തിച്ച ദീപം കൊണ്ടാണ് ആരാധന നടത്തുന്നത്. അമ്പലം മുഴുവൻ ഈ സമയം ദീപം കൊണ്ട് അലങ്കരിക്കുന്നു. ശേഷം അത്താഴ പൂജ, നിവേദ്യ പൂജയാണ് നടക്കുന്നത്. 7:30നും 8:15നും ഇടയിലാണ് ഇവ നടക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം അത്താഴ പൂജയുടെ ഒരുക്കങ്ങൾ ആരംഭിക്കും. നിവേദ്യത്തോടൊപ്പമാണ് പൂജ. അവൽ, വെള്ള നിവേദ്യം, പഴം, പഞ്ചസാര, കാരോലപ്പം, പാലടപ്രഥമൻ, പഞ്ചസാര പായസം തുടങ്ങിയവയാണ് നേദ്യ വിഭവങ്ങൾ. അപ്പവും അടയും വെച്ചുള്ള അത്താഴ പൂജ ഭഗവാന് പ്രിയപ്പെട്ടതാണ്. കൊല്ലത്തിലൊരിക്കൽ നിറപുത്തിരി ദിവസം ഉപ്പുമാങ്ങ വെച്ച് പൂജയും പതിവുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അത്താഴ ശീവേലി. 8:45 മുതൽ 9 മണി വരെയുള്ള സമയത്താണ് അത്താഴ ശീവേലി നടക്കുന്നത്. 3ാമത്തെ ശീവേലി തുടങ്ങുന്നത് അത്താഴ പൂജ കഴിഞ്ഞാണ്. ക്ഷേത്രം മുഴുവൻ ദീപം കൊണ്ട് അലങ്കരിച്ചിരിക്കും. 3 പ്രദക്ഷിണം കഴിഞ്ഞാണ് ഭഗവാൻ അകത്തേക്ക് പോകുന്നത്. ശേഷം തൃപ്പുക ഓലവായന നടക്കുന്നത് 9 മണിക്കും 9:15നും ഇടയിലാണ്. അത്താഴ ശീവേലി കഴിഞ്ഞാലുടൻ തൃപ്പുകയാണ്. ചന്ദനം, ഗുൽഗുലു തുടങ്ങിയ 8 തരം ഔഷധ സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ചു ചേർത്ത്
ഭഗവാനെ പുകയ്ക്കുന്നു. ഈ സമയം അതീവ ഹൃദ്യമായ സുഗന്ധം ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇത് ശ്വസിക്കുന്നതും ശരീരത്തിൽ ഏൽക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. രോഗശാന്തിക്കും ദോഷശമനത്തിനും ഇതേറെ ഗുണം ചെയ്യുന്നു. തൃപ്പുക കഴിഞ്ഞാൽ ഓല വായനയാണ്. കലവറയിൽ നിന്ന് അന്നത്തെ ആവശ്യങ്ങൾക്ക് എടുത്ത സാധനങ്ങളുടെ അളവും വിവരങ്ങളും ഓലയിൽ രേഖപ്പെടുത്തി ഭഗവാനെ വായിച്ചു കേൾപ്പിക്കുന്നു. ഇതിന് നിയോഗിക്കപ്പെട്ട ആൾ ഓല ഉറക്കെ വായിച്ച ശേഷം നടയിൽ വെൽക്കുന്നു. 9:15 തന്നെ നട അടയ്ക്കുന്നു. നട അടച്ച ശേഷം ഭഗവാന്റെ സഹോദരീ സങ്കല്പത്തിൽ ഉള്ള ഉപദേവതയായ ഇടത്തരിക്കത്തുകാവ് ഭഗവതിക്ക് അഴൽ നിവേദിക്കുക എന്ന ചടങ്ങും ക്ഷേത്രത്തിലുണ്ട്. പച്ചരി, വെള്ളരി, നാളികേരം എന്നിവ വെച്ച് വാഴത്തണ്ടിൽ തുണി ചുറ്റി എണ്ണയിൽ നനച്ച് കത്തിച്ച് ദേവിക്ക് അഗ്നി നീതിക്കുന്ന ചടങ്ങാണ് അഴൽ നേദ്യം. നിർമാല്യം മുതൽ തൃപ്പുക വരെയുള്ള ചടങ്ങുകൾ 12 ദർശനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. 12 ദർശനങ്ങൾ കണ്ട് ഭജനം ഇരിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. കൃഷ്ണനാട്ടം ആണ് ഭഗവാന്റെ ഇഷ്ട വഴിപാട്. ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിൽ ഉച്ചപൂജ വരെയുള്ള പൂജകളുടെ സമയങ്ങളിൽ സാധാരണ ദിവസങ്ങളുടേതിൽ നിന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാകും. അന്നേ ദിവസം നട അടയ്ക്കാൻ ഏകദേശം രാത്രി 10 മണി വരെയൊക്കെ ആകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസം നടന്നു പോകുന്നത്. എത്ര ശ്രേഷ്ഠമാണല്ലോ. ഇത് പറയാൻ കഴിഞ്ഞതും ശ്രേഷ്ഠതയായിട്ട് കരുതുന്നു. ഇത് കേൾക്കാൻ സാധിക്കുന്നതും ഒരു ശ്രേഷ്ഠതയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.